ഹായ് ഫ്രണ്ട്സ്, ചുമ്മാ ഇരുന്നപ്പോഴേ ബോറടിച്ച് ഞങ്ങൾ കുളച്ച ബീച്ചിൽ പോവേണേ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ദീനിക്കുട്ടി കണ്ട മാറി പോകുന്നുണ്ട്. എൻ്റെ മൈനിപ്പോൾ വരും ഞങ്ങളെ കൂട്ടിയിട്ട് പോവാനേ. കാറ് വന്നു, ഞങ്ങൾ പോണു. ഞങ്ങൾ കുളച്ച ബീച്ചിൽ പോകണമെന്നാണ് വന്നത്. വണ്ടിക്കകത്ത് കയറിയപ്പോഴേ നമ്മുടെ ഐഡിയ ഒക്കെ മാറി. അപ്പം ഞങ്ങളിപ്പോൾ എങ്ങനെ പട്ടണം ബീച്ചിൽ പട്ടണം ബീച്ചിൽ വന്നാച്ച്. ദീനയെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടേ വീഡിയോ എടുക്കണില്ല, അതുകൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ദീനയൊക്കെ എടുക്കാൻ വയ്യാന്ന്. നമ്മളൊരുപാട് ദിവസമായി പട്ടണം ബീച്ചിൽ വന്നിട്ടേ ഒരുപാട് ദിവസമായി. നമ്മൾ കുളച്ചലാണ് കൂടുതലും പോകാറുള്ളത്. കാരണം അടുത്തായതുകൊണ്ടേ അപ്പോഴും നമ്മൾ വണ്ടി കയറിയതിന് ശേഷമാണ് ഐഡിയ മാറിയത് നമുക്ക് പട്ടണം ബീച്ചിൽ പോകാമെന്ന്. പക്ഷേ പോയപ്പോഴും അടിപൊളിയായിരുന്നു, കാരണം തിരക്ക് വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ ചൂട് ക്ലൈമറ്റിലേ ഇങ്ങനെയൊക്കെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം, നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ദൂരം നമ്മളങ്ങനെ നടന്നിട്ടേ ഞാനും ദീനിക്കുട്ടി മാത്രമാണ് ഐസ്ക്രീം വാങ്ങിച്ചത്. ഈ കുഞ്ഞുമാവയ്ക്കും പിന്നെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജലദോഷവും തുമ്മലും ഒക്കെ ആയതുകൊണ്ട് അവരാരും ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചില്ല. നമ്മൾ രണ്ടുപേരാണ് വാങ്ങിച്ച് കുടിച്ചത്. എന്നിട്ട് കടലിലൊക്കെ പോയി കാലൊക്കെ നനയ്ക്കാൻ അതായത് അല വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും നിന്ന് അങ്ങനെ വെള്ളത്തിലൊക്കെ കുട്ടീസാണെങ്കിൽ എപ്പം നമ്മൾ പോയാലും അവർക്ക് വെള്ളത്തിലാണ് മെയിൻ കാര്യം. കണ്ട വെള്ളത്തിൽ നിന്ന് കയറി വരേ ചെയ്യില്ല. നമ്മൾ തിരകളടിക്കുമ്പോഴേ നമുക്ക് ഭയന്ന് നമ്മൾ തിരിച്ചു ഓടും. പക്ഷെ അവർക്കത് ഇഷ്ടം. നമ്മൾ തിരിച്ചു വരുമ്പോൾ കിടന്ന് ഭയങ്കര ഉപയോഗിക്കും. എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും, കാരണം ചായ കുടിച്ചില്ല. അതുകൊണ്ട് നല്ല വിശന്ന് എല്ലാവരും കിറങ്ങി നമ്മളൊരു ഹോട്ടലിൽ കയറി. ദീനിക്കുട്ടിക്ക് നൂഡിൽസും ഒക്കെ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു. നമ്മളെല്ലാവരും നന്നായിട്ട് കഴിച്ച് ജാലിയായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ബൈ ഫ്രണ്ട്സ്.